ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മി മെന്നസ്. അപ്പോൾ ഇന്ന് എൻ്റെ സ്കൂൾ ഷോപ്പിംഗ് ഐറ്റംസ് അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ കുറേ ദിവസമായി സ്കൂൾ ഷോപ്പിംഗ് പോയിട്ട് ഇപ്പോഴാണ് ഞാൻ ഹോൾ വീഡിയോ എടുക്കുന്നത്. ആദ്യം ഒരെണ്ണം എടുത്തായിരുന്നു, അത് 8 നിലയിൽ പൊട്ടി. സോ ഞാൻ ഒന്നും കൂടി എടുക്കുവാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമേ ബാഗിൽ തുടങ്ങാം. ഓക്കെ, ഇത്തവണ ഞാൻ ബാഗ് മേടിക്കാൻ നേരത്ത് വിചാരിച്ചിരുന്നത് നല്ല ക്യൂട്ട് കുറുമി മൈമലഡി അതൊക്കെ ഇല്ലേ, അങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള എസ്തറ്റിക് ബാഗ് മേടിക്കണമെന്നായിരുന്നു. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പോയി. കാരണം ഞാൻ ചെന്ന് കയറി ഉടനെ നല്ലൊരു ക്യൂട്ട് ബാഗ് കണ്ടു. പക്ഷെ അതെനിക്ക് അതിൻ്റെ കളറ് പെട്ടെന്ന് അഴുക്കാവുന്നതുകൊണ്ട് ഞാൻ എടുത്തില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ പെട്ടെന്ന് അഴുക്കാവുന്നതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല. ഞാനൊരു നല്ല സഫാരിയുടെ ഒരു ബാഗ് മേടിച്ചു തരാം. നമുക്ക് നല്ല വൈബില്ലേ, നല്ല രസമില്ലേ? എനിക്ക് മോസ്റ്റ്ലി ഈ ഒരു പിങ്കല്ല, പീച്ചും അല്ല, നല്ലൊരു റെഡിഷും അല്ല, ഒരു കളറും അല്ല. ഈ കളറിൻ്റെ പേരും അറിയത്തില്ല. നല്ലൊരു കളർ. പക്ഷേ ഇതാ ഈ കളർ ഉണ്ടോ, ഇതിൻ്റെ അകത്തെ കളർ കണ്ടാൽ നമ്മൾ ഇട്ടു. ഇതിൻ്റെ അകത്തെ കളർ വല്ലാത്തൊരു കളറാണ്. നമുക്ക് ഈ കളറിനകത്ത് എപ്പോൾ അഴുക്ക് പറ്റിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അതാ 1 2 3 ഇങ്ങനെ 3 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇവിടെ സ്പേസ് ഉണ്ട്. അങ്ങനെയാണ് വയ്ക്കാൻ പറ്റുന്നത്. അപ്പം അടുത്തുറ വരുന്നത് ഇതാണ്. ഇതിനകത്തും നല്ല സ്പേസ് ഉണ്ട്. എങ്ങനെ കാണിച്ചു തരും? ഇപ്പോൾ കണ്ടു നല്ല സ്പേസ് ഉണ്ട്. പിന്നെ അടുത്തത് വേറൊരു ഇത് 2. പിന്നെ ഇതിനകത്ത് ഒരു കമ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഇതിന് നല്ല റേറ്റ് കൂടുതലുള്ള ബാഗായിരുന്നു. പക്ഷേ ഇത് നല്ല 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 ഓഫറിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 70% ഓഫറിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 2800 റുപ്പീസുള്ള സാധനം വെറും 800 റുപ്പീസിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സഫാരിയുടെ ബാഗ് മേടിക്കാൻ നോക്കുക. നല്ല ഓഫേഴ്സിനാണ് എല്ലായിടത്തും കൊടുക്കുന്നത്. അടുത്തതായി നമ്മൾ ബ്രൗൺ പേപ്പേഴ്സാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ ബുക്കുകൾ വെച്ച് നോക്കുമ്പോൾ എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ കസിൻസിനും കൊടുക്കാനുള്ള ബ്രൗൺ പേപ്പേഴ്സ് ഉണ്ട്. ഇത് കടം എനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ ജസ്റ്റ് ഇപ്പോൾ ഒരു 3 ബ്രൗൺ പേപ്പറിൻ്റെ ആവശ്യമുള്ളൂ. ഇത്തവണ ഞാൻ അത് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതാ 4 അല്ലേ, 7 ബ്രൗൺ പേപ്പറാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് ഓറഞ്ച് കളറ് നോട്ട്ബുക്സിനും ഈ ഒരു ബ്രൗൺ കളറ് ടെക്സ്റ്റിനും ഇത് മാത്രം അസൈൻമെൻറ്റ് ബുക്കിനും വേണമെന്നാണ് എൻ്റെ ഉമ്മ പറയായിരുന്നു. നമുക്ക് കണ്ണിപ്പൊടിയും എൻ്റെ ഉമ്മ പറഞ്ഞു നമുക്ക് എല്ലാം പല പല കളേഴ്സിലാണ്. വെച്ചാൽ നോട്ട്ബുക്സിലൊക്കെ ഒരു മഞ്ഞ കളർ അല്ലെങ്കിൽ പച്ച കളർ അങ്ങനെ ഇടാം. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് മതി. ഇത് പറഞ്ഞു ഇതിന് അസൈൻമെൻറ്റിന് മാത്രം ഇത് മേടിച്ചു. അപ്പോൾ ഇത്രയും ബ്രോഡ് പേപ്പേഴ്സാണ് ഇത്തവണ മേടിച്ചിരിക്കുന്നത്. അതേ കണക്ക് കുറേ ബുക്കുകളും ഉണ്ട്. ഇനി നമുക്ക് അടുത്ത് എന്തെടുക്കാം? ബുക്ക് അപ്പോൾ അതാ ബണ്ടിൽ ബുക്കാണ്. ആദ്യമായിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് ബണ്ടിൽ ബുക്ക് മേടിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും നാളും 1 നോട്ട്ബുക്സ് ഇല്ലേ വെച്ചാൽ ബണ്ടിലല്ലാതെ നോട്ട്ബുക്സ് ഉള്ളത്. സ്കൂളിൽ നിന്ന് തന്നെയായിരുന്നു നോട്ട്ബുക്സും ടെസ്റ്റും എല്ലാം പ്രിഫർ ചെയ്യുന്നത്. സോ നമ്മൾ പൈസ മാത്രം കൊടുത്താൽ മതി. ഇത്തവണ നമ്മൾ തന്നെ മേടിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ബണ്ടിലിൽ 12 നോട്ട്ബുക്ക് ഉണ്ട്. ഇനിയും നോട്ട്ബുക്ക് ഉണ്ട്. ഇനി ഇത്രയും നോട്ട്ബുക്സ് ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് 7 നോട്ട്ബുക്സ്. ടോട്ടൽ 90 നോട്ട്ബുക്സാണ് നമുക്ക് ഉള്ളത് ഇത്തവണ. അയ്യോ, എനിക്ക് കണ്ടിട്ട് തല ഇറങ്ങുന്നത്. ഇപ്പോൾ 90 നോട്ട്ബുക്സ് ഉണ്ടെങ്കിൽ തല ഇറങ്ങുന്നത് എന്തിനാന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 10 നോട്ട്ബുക്സ് അല്ലെങ്കിൽ മാക്സിമം 10 ഒന്നും ഇല്ല, 9 ഒക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ഇത്തവണ എനിക്ക് നല്ല കൂടിയിരിക്കുന്നു. അപ്പോൾ നമുക്കിതങ്ങോട്ട് പറ്റി വീഴല്ലേ. നമുക്കെടുത്തത് എന്തെടുക്കണം? ബോട്ടിൽ. ഇതാണ് എൻ്റെ ബോട്ടിൽ. എൻ്റെ ഉമ്മയ്ക്ക് കളർ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചാണ് ഉമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതാണ് ഞാൻ എല്ലാം എടുത്തത്. അങ്ങനെയല്ല, ഈ കളർ ഉമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഉമ്മയുടെ കണ്ണ് എന്താ പറയുക ചിമ്മെന്ന് വെച്ചാൽ കളർ ഭയങ്കര കളറത്. അങ്ങനെ ഇതോടെ ഞാൻ കുറേ സാധനങ്ങളൊന്നും മേടിച്ചില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാം എൻ്റെ ഇരിപ്പുണ്ട്. സോ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് മേടിച്ചു. ബോട്ടിൽ ഇതാണ്. ഓക്കെ, നമുക്ക് അടുത്തത് സ്നാക്സ് ബോക്സ് എടുക്കാം. അപ്പോൾ ഇതാണ് സ്നാക്സ് ബോക്സ്.
കോമൺലി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അടുത്തത് ഞാൻ എടുത്ത ലഞ്ച് ബോക്സാണ് ഇത്. അപ്പോൾ ഈ ലഞ്ച് ബോക്സ് ഒട്ടുമിക്ക പേര് ഇങ്ങനത്തെ ഒന്നും അല്ല, മറ്റേ ഇപ്പം നൂലുള്ള പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ ഉള്ളി സ്റ്റീലും പുറത്ത് പ്ലാസ്റ്റിക്കും അങ്ങനത്തെ ഉള്ളതായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ നോക്കിയപ്പോൾ എനിക്ക് അതിനെ വലിയൊന്നും ഇഷ്ടപ്പെട്ടില്ല. സോ ഞാൻ വിചാരിച്ചു അതൊക്കെ ആകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ സ്റ്റീലാണെങ്കിൽ ഇനി എത്ര നാൾ കൊണ്ടുപോയാലും അത് പോകത്തില്ല. സോ ഞാൻ അത്യാവശ്യം ഇത്രയും വലിയ പാത്രം എനിക്ക് വേണ്ട. പിന്നെ ഞാൻ നല്ലോണം കിട്ടിയപ്പോൾ അതങ്ങ് എടുത്തു. ഇതാണ്ടോ കേട്ടോ, അത്യാവശ്യം സ്പേസ് തൊട്ട്, പക്ഷേ ഇത്രയും സ്പേസ് ഒന്നും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മളെ ചോറ് പാത്രം. ഓക്കെ, ഇനിയും എനിക്ക് ഷൂ അടിക്കാറുണ്ട്, എന്താ പറയുക, മറ്റേ ചോറ് പകരം ടവൽ അടിക്കാറുണ്ട്, പിന്നെ ടെക്സ്റ്റ് ബുക്സ് കിട്ടിയിട്ടില്ല, അത് മേടിക്കാറുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി മേടിക്കുമ്പോൾ ആവശ്യമുള്ള എന്തെങ്കിലും, അങ്ങനെ ആവശ്യമുള്ളതൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി മേടിക്കും. അപ്പോൾ നമുക്കിനി അടുത്തത് ഇതാണ് ഗൈസ് എൻ്റെ ബോക്സ് വരുന്നത്. ഞാൻ പെട്ടെന്ന് എടുത്തേ, വ്ളോഗ് കണ്ടവർക്ക് അറിയാം, പെട്ടെന്ന് എടുത്തേ. ഞാനൊരു ഫയൽ മേടിച്ചായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കറിയാം ഒരു വലിയ ചേച്ചി ഇവിടെ വന്നപ്പോൾ ആ ചേച്ചി പറഞ്ഞു നല്ല ഫയൽ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടുത്തോ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. അപ്പോൾ ലോഗിനകത്ത് ഫയൽ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അടുത്തത് നമ്മുടെ നെയ്സ്ലിപ്പാണ്. ഫസ്റ്റ് നമ്മളുടെ ബാർബിയുടെ നെയ്സ്ലിപ്പ് എടുത്തു. സെക്കൻഡ് ബാർബിയിലല്ലേ ഇത്, പ്രിൻസസിൻ്റെ നെസ്ലിപ്പ്. അടുത്തതാണ് ബാർബിയുടെ നെസ്ലിപ്പ്. ഇത് രണ്ടും നോട്ട് ബോക്സിന്. ഇനി നമ്മൾ ടെസ്റ്റിന് പോക്കിമോനും എടുത്തു, പിന്നെ നമ്മൾ സ്വന്തം നറൂട്ടോയും എടുത്തു. ടെക്സ്റ്റ് ബുക്ക് ബോയ് ക്യാരക്ടേഴ്സും നോട്ട് ബുക്ക് ഗേൾ ക്യാരക്ടേഴ്സും. ഓക്കെ, അപ്പം അടുത്തത് സ്കെച്ച് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ചുമ്മാ ഒരു ദിവസത്തിന് മേടിച്ചു. പിന്നെ ക്രയോണും പുതിയതോടെ ഇരിപ്പുണ്ട്, 2 എണ്ണം ഇരിപ്പുണ്ട്, അത് ഞാൻ ചുമ്മാ ദിവസത്തിന് മേടിച്ചു. അപ്പോൾ അടുത്തത് പേന. ഞാനീ പറഞ്ഞ കള്ളാന്ന് വിചാരിച്ചെന്ന് പറയുന്നത് യൂണിമാക്സിൻ്റെ പേനയായിരുന്നു അത്. യൂണിമാക്സിൻ്റെ പേന, എക്സോയുടെ പേന 2 പാക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. യൂണിമാക്സിൻ്റെ പേന ആണെന്ന് ഞാൻ അറിഞ്ഞില്ല, കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഐ ടേക്ക് ഇറ്റ്. അടുത്തത് നമുക്ക് പിന്നെ കുറച്ച് ലിക്വിഡ് സാധനങ്ങളാണ്. ഒരു വലിയ റേസർ, ഇത് ഈ വർഷം മൊത്തം ഓട്ടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഒരു റേസർ ഞാൻ കൊണ്ടുപോയാൽ അടുത്ത ദിവസം ആകുമ്പോൾ അടുത്ത റേസർ, അത് മിക്കവർക്കും റിലേറ്റബിൾ ആയിരിക്കും. അപ്പോൾ ഇതെനിക്ക് ഈ വർഷം മൊത്തം ഓട്ടിക്കണമെന്നുണ്ട്. പിന്നെ ഒരു ഗമ്മ്, പിന്നെ 2 കട്ടർ അങ്ങനെ വലിയ ആവശ്യമൊന്നും വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു സ്കെയിൽ ഫുള്ള് സ്ക്രാച്ച്. പിന്നെ ഇത് ഞാൻ മേടിച്ചത് എന്താണ് വെച്ചാൽ, ദിവസവും സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിക്കൊണ്ട് വന്നിട്ട് വീട്ടിൽ റിമൈൻഡ് ചെയ്തിരുന്ന് പഠിക്കാനാണ്. ഇത് ഞാൻ സ്കൂളിൽ നിന്ന് എഴുതുമെന്ന് എനിക്കറിയത്തില്ല, കാരണം കഴിഞ്ഞ വർഷമാണോ ഈ വർഷമാണോ ഓർമ്മയില്ല. ഇതേ ഇടയ്ക്ക് ഒരു നോട്ട് പാഡെ കൊണ്ട് ഞാൻ പോയി 2-3 ദിവസമാണ് ഞാൻ എഴുതിയാൻ തോന്നുന്നു. പക്ഷെ പിന്നെ അപ്പോൾ ഞാൻ മറന്നുപോയി. ഇനിയും എനിക്ക് ഷൂ അടിക്കാറുണ്ട്, എന്താ പറയുക, മറ്റേ ചോറ് പകരം ടവൽ അടിക്കാറുണ്ട്, പിന്നെ ടെക്സ്റ്റ് ബുക്സ് കിട്ടിയിട്ടില്ല, അത് മേടിക്കാറുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി മേടിക്കുമ്പോൾ ആവശ്യമുള്ള എന്തെങ്കിലും, അങ്ങനെ ആവശ്യമുള്ളതൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി മേടിക്കും. അപ്പോൾ നമുക്കിനി അടുത്തത് ഇതാണ് ഗൈസ് എൻ്റെ ബോക്സ് വരുന്നത്. ഞാൻ പെട്ടെന്ന് എടുത്തേ, വ്ളോഗ് കണ്ടവർക്ക് അറിയാം, പെട്ടെന്ന് എടുത്തേ. ഞാനെല്ലാം കഴിഞ്ഞെന്നും പറഞ്ഞ് വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞു വെച്ചിരുന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം പറഞ്ഞത്, എൻ്റെ ലഞ്ച് കിറ്റിന് ഞാൻ വീഡിയോ എടുത്തില്ല. പാവോടാ ഫോട്ടോ അറിയാം. ബാഗ് എടുത്തപ്പം അതിൻ്റെ ബാക്കിലേക്ക് ലഞ്ച് കിറ്റിൻ്റെ കവർ. അപ്പോൾ ഇതാ, ഇത് അത്യാവശ്യം നല്ല സ്പേസുള്ള ലഞ്ച് കിറ്റാണ്. ഇത് നോർമൽ കോമൺ ലഞ്ച് കിറ്റാണ്. എനിക്ക് ബ്ലാക്ക് വേണമെന്നുണ്ടായത് ഞാൻ ബ്ലാക്ക് എടുത്തു. അപ്പോൾ അതാ ഇങ്ങനെ വെച്ചു. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ വെച്ച് ഇങ്ങനെ നമുക്ക് അടയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി കൂട്ടി ബാഗിനകത്ത് കയറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ലഞ്ച് കിറ്റ്. അപ്പോൾ ഇനി ഞാൻ ഇന്ന് തന്നെ മിക്കവാറും ബുക്ക് ചട്ടയിടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ കുറേ ബുക്കുണ്ടല്ലോ. സോ ടെക്സ്റ്റ് വരുമ്പോൾ ടെക്സ്റ്റിൻ്റെ ചട്ടയിലും കാണിക്കും. ചിലപ്പോൾ ഞാൻ ടെക്സ്റ്റും ബുക്കും ചട്ടയിടുന്നത് ഒരുമിച്ചായിരിക്കും വീഡിയോ ഇടുന്നത്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നോട്ട് ബുക്സ് പൊതിയിടുന്നതും ടെക്സ്റ്റ് ബുക്ക് പൊതിയിടുന്നതും രണ്ടായിട്ടും വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും
വീഡിയോ കാത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.